നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനോഹർ ശ്യാം ജോഷിയുടെ ഋഷികേശ് മുഖർജി കെ സാത്ത് ഢായി ദിൻ എന്ന ഓർമ്മക്കുറിപ്പ് നമ്മൾ കുറച്ച് ഭാഗങ്ങളെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഋഷികേശ് മുഖർജിയുടെ അസുഖത്തെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ച് സിനിമാ മേഖലയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അതിൽ സിനിമാ മേഖലയിൽ നിന്ന് പ്രശസ്തരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന കാഴ്ചയായിരുന്നു മനോഹർ ശ്യാം ജോഷിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഋഷികേശ് മുഖർജിയുടെ സിനിമാ യൂണിറ്റിനെ കുറിച്ചിട്ടും അതിനോടനുബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ മനോഹർ ശ്യാം ജോഷി ഋഷികേശ് മുഖർജിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് തൻ്റെ സാഹിത്യം സിനിമയാക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ആ വിവരങ്ങൾ, ഈ കാര്യങ്ങൾ ഋഷികേശ് മുഖർജിയുമായിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ട് ചെന്നിരിക്കുകയാണ്. പക്ഷേ ഋഷികേശ് മുഖർജിയെ കാണാനായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ഇസ് ഭീഡ് ഭാഡ് മേ अपने साहित्य की सिनेमाई महत्वाकांक्षाओं की जिक्र करते हुए हमें संकोच हो रहा था. ഇനി മനോഹർ ശ്യാം ജോഷി പറയുന്നത് എങ്ങനെയാണ്? ഇസ് ഭീഡ് ഭാഡമേ, അതായത് ഈ തിരക്കിൽ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കാണുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിക്കിലും തിരക്കിലും അപ്നെ സാഹിത്യക്ക് സിനിമായി മഹത്വാകാംക്ഷ, എൻ്റെ സാഹിത്യത്തെ സിനിമയാക്കുക എന്നുള്ള എൻ്റെ ആ സങ്കല്പം, അതിനെക്കുറിച്ചിട്ട് സിക്ര കർത്തേ ഹുവേ, ഋഷികേശ് മുഖർജിയോട് സിക്ര കർണ, വിവരിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സങ്കോച ഹോരഹാഥ, ഒരു സങ്കോചം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചിട്ട്. അപ്പോൾ ആ തിക്കിലും തിരക്കിലും എൻ്റെ ഈ സിനിമ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഈ സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്കെന്തോ സങ്കോചം അനുഭവപ്പെട്ടു. ലിഹാജ വിമൽ ദത്ത് കാ സഹാര ലിയ ഔർ ഉസ്നെ ഋഷിദ കോ ബംഗ്ലാ മേ യാദ് ദിലായ. അപ്പോൾ എനിക്കൊരു സങ്കോചം അനുഭവപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ എനിക്ക് പരിചയമുള്ള എൻ്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു വിമൽ ദത്ത്. ഞാൻ വിമൽ ദത്തിൻ്റെ സഹാരാലിയ അദ്ദേഹത്തിനെ ആശ്രയിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ആവശ്യപ്പെട്ടു. അവർ ഉസ്നെ ഋഷിദാക്കോ ബംഗ്ലാമേം യാദ് ദിലായ. അപ്പോൾ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ വിമൽ ദത്ത് ഋഷികേശ് മുഖർജിയോട് ബംഗ്ലാ ഭാഷയിൽ അദ്ദേഹത്തിനോട് യാദ് ദിലായ, ഒരു ഓർമ്മപ്പെടുത്തി. എന്ത്? ജോഷി അപ്നി തഥാകഥിത സാഹിത്യക പ്രതിഭ കോ ബംബയ്യ സിനിമാ സെ ബ്യാഹനെ കെ ലിയെ 5 പ്യാരെ പ്രപ്പോസിഷൻ ലേക്കർ ആയേ ഹുയേ. എന്താ വിമൽ ദത്ത് പറഞ്ഞത്? ഋഷികേശ് മുഖർജിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജോഷി അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബംബയി സിനിമ, ബോംബെ സിനിമയിൽ അത് ഒന്ന് സിനിമയാക്കാനായിട്ട്, ബോംബെ സിനിമ ഫീൽഡിൽ അതൊന്ന് സിനിമയാക്കാനായിട്ട് ജോഷി അദ്ദേഹത്തിൻ്റെ കുറച്ച് സാഹിത്യ സൃഷ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കണം എന്ന് വിമൽ ദത്ത് ഋഷികേശ് മുഖർജിയോട് ബംഗ്ലാ ഭാഷയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി. ഫിल्मी कहानी का नाम सुनकर ऋषिदा भीमार से पुनः फिल्मकार बन गई. അപ്പോൾ ഫിൽമി കഹാനി, അപ്പോൾ ഈ സിനിമാ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമാ കഥ എന്ന് കേട്ടതോടുകൂടി ഋഷിത ഭീമാർ സെ പുനഃ ഫിലിംകാർ ബൻ ഗൈ, തൻ്റെ ഭീമാർ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു. അദ്ദേഹം വീണ്ടും ഫിലിംകാർ ബൻ ഗൈ, വീണ്ടും അദ്ദേഹം ഒരു സിനിമാക്കാരനായി മാറി. അപ്പോൾ അതുവരെ ആ രോഗത്തിൻ്റേതായിട്ടുള്ള വേദനകളിൽ ഞരങ്ങിയിട്ട് ഇങ്ങനെ കിടന്ന് പ്രയാസപ്പെടുകയായിരുന്നു. അപ്പം വിമൽ ദത്ത് വന്ന് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് ഋഷികേശ് മുഖർജി തൻ്റെ രോഗവും അതുപോലെ തന്നെ അതിനോട് സംബന്ധമായ വേദനകളും ഒക്കെ മറന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു സിനിമാകാരനായി പെട്ടെന്ന് മാറി.
അബ് തക്ക് തക്കിയോം കാ സഹാര ലിയെ ലേഠേതെ. അപ്പോൾ അതുവരെ അദ്ദേഹം തക്കിയോം കാ സഹാര ലേക്കർ, തലയണകളുടെ സഹായത്തോടു കൂടിയായിരുന്നു ലേഠേതെ കിടന്നിരുന്നത്. ഔർ അബ് ഉഠുകയെ, ഇപ്പം അദ്ദേഹം ആ തലയണകളൊക്കെ നീക്കി വെച്ച് പതുക്കെ കിടക്കുന്നിടത്ത് നിന്ന് ഉഠുകയെ എഴുന്നേറ്റു. ഉനെ ഹംനെ 5 കഹാനിയോം കി ധീം സുനാനി ചാഹി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ 5 കഹാനിയോം കി തീം, എൻ്റെ കൈവശം 5 കഥകളായിരുന്നു, ഞാൻ എഴുതിയിട്ടുള്ള 5 കഥകളുണ്ടായിരുന്നു. ആ 5 കഥകളുടെ തീം ഒന്ന് അദ്ദേഹത്തിന് കേൾപ്പിക്കാനായി ഞാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ആദേശ് ഹുവ, പക്ഷേ 5 കഥകളും കേൾപ്പിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉടൻ തന്നെ ആദേശ് ഹുവ, എനിക്കൊരു നിർദ്ദേശം വന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. എന്തായിരുന്നു? ഏക് സമയമേം ഏക്. എന്തായിരുന്നു ഋഷികേശ് മുഖർജി നിർദ്ദേശിച്ചത്? ഏക് സമയമേം ഏക്, അതായത് ഒരു തവണ ഒന്ന്. അത് 5 കഥകളും കൂടി ഒരുമിച്ച് പറയരുത്, ഒരു തവണ ഒന്ന് എന്നുള്ള നിർദ്ദേശം വച്ചു. पहली कहानी के बारे में हमने बताया कि यह अमुक अमेरिकी उपन्यास से प्रेरित है. അപ്പോൾ ഞാൻ എൻ്റെ കൈവശമുള്ള പെഹലി കഹാനി, ആദ്യത്തെ കഥയെക്കുറിച്ച് ബതായ, അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഈ കഥ അമേരിക്കി ഉപന്യാസസെ പ്രേരിത് ഹെ, ഒരു അമേരിക്കൻ ഉപന്യാസ് നോവലിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ 5 കഥകളാണ് എൻ്റെ കൈവശം വെച്ചിരിക്കുന്നത്. ഈ 5 ഋഷികേശ് മുഖർജിയെ പറഞ്ഞ് കേൾപ്പിക്കണം. അപ്പോൾ അതിലാദ്യത്തെ കഥയെക്കുറിച്ച് ഞാൻ ഋഷികേശ് മുഖർജിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ കഥ എഴുതാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത് അമേരിക്കി ഉപന്യാസ്, ഒരു അമേരിക്കൻ നോവൽ വായിച്ചതാണ്. അപ്പോൾ അമേരിക്കൻ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കഥ എഴുതിയിരിക്കുന്നത് എന്ന് ഋഷികേശ് മുഖർജിയുടെ അടുത്ത് പറഞ്ഞു. इसके बाद ഋഷിദ ने थीम सुनने की कोई ज़रूरत नहीं समझी. ഇത് പറഞ്ഞതോടുകൂടി ഋഷികേശ് മുഖർജി പറഞ്ഞു, ഇനി ആ കഥയുടെ തീം സുനനേക്ക് ജരൂരത്ത് നഹി, ആ കഥയുടെ തീം ഇനി എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു അമേരിക്കൻ നോവലിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഋഷികേശ് മുഖർജി പറഞ്ഞു, ഇനി ഈ കഥയുടെ തീം എനിക്ക് കേൾക്കേണ്ട കാര്യം അല്ലെങ്കിൽ കേൾക്കണമെന്നുള്ള അത്യാവശ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിർബന്ധമില്ല. കാരണം വഹ് ഉപന്യാസ് പഠ് രഖാ ഥ, അദ്ദേഹം ആ നോവൽ പഠ് രഖാ ഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ അമേരിക്കൻ നോവൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുछ वर्ष पहले उस पर बनी हॉलीवुड की बहु पुरस्कृत फिल्म उन्हें ഷോട്ട് ദർ ഷോട്ട് യാദ് ദി. മാത്രമല്ല ഏകദേശം 26 വർഷങ്ങൾക്ക് മുൻപ് ഹോളിവുഡിൽ ഈ നോവൽ ബഹു പുരസ്കൃത ഫിലിം, ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ളൊരു സിനിമയായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും അദ്ദേഹത്തിന് യാദ് ദി, ഓർമ്മ വന്നു. അപ്പോൾ 26 വർഷങ്ങൾക്ക് മുൻപ് ഈ അമേരിക്കൻ നോവൽ ഹോളിവുഡിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയായി രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും ഋഷികേശ് മുഖർജിക്ക് ഓർമ്മ വന്നു. കണ്ടോ? ഋഷിത മേം ഇസ് തരഹ് കി യാദ് ദസ്ത് ആശ്ചര്യചകിത് ഹേ. അപ്പോൾ ഋഷിതയുടെ അല്ലെങ്കിൽ ഋഷികേശ് മുഖർജിയുടെ യഹ് യാദ് ദസ്ത്, ഈ ഓർമ്മശക്തി, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുള്ള സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഓർമ്മശക്തി ആശ്ചര്യചകിത്, വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു പോയിട്ടുള്ള നോവലും എത്രയോ കാലങ്ങൾക്ക് മുൻപേ കണ്ടിട്ടുള്ള സിനിമയും, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാദ് ദസ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തെടുക്കാനുള്ള ശേഷി, ഓർമ്മശക്തി, അതെന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി എന്നാണ് മനോഹർ ശ്യാം ജോഷി പറയുന്നത്. इसके बाद ഋഷിദ की നിർമ്മാണാധീൻ ഫിലിമോം की ചർച്ച ചൽ നിക്കലി. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ കഥ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവരിച്ചു പറഞ്ഞു. അതോട് കൂടിയിട്ട് ഒരു സമയത്ത് ഒരു കഥ മാത്രം കേൾപ്പിച്ചാൽ മതി എന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി ഋഷിദ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ നിർമ്മാണാധീൻ ഫിലിം, ഇപ്പം നിർമ്മാണത്തിൽ ഇരിക്കുന്ന, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഫിൽമോം കി ചർച്ച ചൽ നിക്കലി, സിനിമയെക്കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ ആരംഭിച്ചു. കാരണം അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇപ്പോൾ
നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കളും അഭിനേതാക്കളും അങ്ങനെ അണിയറ പ്രവർത്തകരും ഒക്കെ ഋഷിതയെ കാണാൻ അവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകളെക്കുറിച്ച് ഈ വന്ന ആളുകളുമായിട്ട് ഋഷികേശ് മുഖർജി ചർച്ചകൾ ആരംഭിച്ചു. इनमें से 3 के विषय में वह विशेष उत्साही मालूम होते थे. അപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന 3 വിഷയ് 3 സിനിമകളുടെ വിഷയത്തിൽ അദ്ദേഹം ഉത്സാഹി മാലൂം ഹോത്തെ വളരെ ഉത്സാഹം കാണിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഋഷികേശ് മുഖർജിയുടെ കുറേ സിനിമകൾ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 3 സിനിമകളുടെ വിഷയത്തിൽ അദ്ദേഹം വളരെ ഉത്സാഹിയായിട്ട് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ആ 3 സിനിമകൾ ഇപ്രകാരമായിരുന്നു. അതിലൊന്നാമത്തെ സിനിമ ബേരോസ്ഗാർ നവയുവക് കെ ഭാരേ മേം ഹെ. അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകളിൽ 3 എണ്ണത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ 3 എണ്ണത്തിലെ ഒരു സിനിമ ബേരോസ്ഗാർ നവയുവക്, ഒരു തൊഴിലില്ലാത്ത ഒരു നവയുവക് ചെറുപ്പക്കാരനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അതിലാദ്യം ഒരു സിനിമ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ഉള്ളതായിരുന്നു. ദൂസരി രണ്ടാമത്തെ സിനിമ പ്രൗഢ് ഹോക്കർ. പ്രൗഢ് അതായത് കുറച്ച് പ്രായം വന്ന് ഒരു മധ്യവയസ്സിലെത്തിയിട്ട് ശിക്ഷാഗ്രഹൺ കർണേ വാലെ ഏക് വ്യക്തിക്ക്, അതായത് മധ്യവയസ്സിനോടടുത്തിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ആ മധ്യവയസ്സിൽ ശിക്ഷാഗ്രഹൺ വിദ്യാഭ്യാസം നേടിയെടുത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ മധ്യവയസ്സിനോടടുത്തിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ആ പ്രായത്തിൽ ശിക്ഷാഗ്രഹൺ കർണ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു രണ്ടാമത്തെ സിനിമ. തീസരി. ഇനി മൂന്നാമത്തെ സിനിമയോ തസ്കരോം കെ വിഷയമേ. തസ്കർ കള്ളന്മാർ, മോഷ്ടാക്കൾ. മൂന്നാമത്തെ സിനിമ ഇങ്ങനെ മോഷ്ടാക്കളെ കുറിച്ചിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ ഈ 3 വിഷയങ്ങളെക്കുറിച്ചിട്ട് ആ സിനിമകളെക്കുറിച്ചിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി ഋഷികേശ് മുഖർജി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. इन तीनों फिल्मों के बारे में उन्होंने जो कुछ बताया उससे ऐसा महसूस हुआ कि ऋषिता अभिमान या मिली की भावुकता से हटकर सत्य काम या नमक हराम की सामाजिक प्रतिबद्धता की ओर बढ़ना चाहते हैं. അപ്പോൾ ഈ 3 സിനിമകളെക്കുറിച്ചും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് എനിക്കതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ സാമാജിക് പ്രതിബദ്ധത, സമൂഹത്തിനോടുള്ള ഋഷികേശ് മുഖർജിയുടെ ആ പ്രതിബദ്ധതയായിരുന്നു ഞാനപ്പോൾ മനസ്സിലാക്കിയത്. അത് അദ്ദേഹം വളരെയധികം ഈ സിനിമകളിലൂടെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി. निर्माणाधीन फिल्मों की बात चल रही थी, उनमें से एक नायक വിനോദ് മെഹ്റ ആ പഹൂഞ്ചെ. അപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 3 സിനിമകളിൽ ഒരെണ്ണത്തിൽ അഭിനയിക്കുന്ന ഏക് നായക്, ഒരു നായകൻ, അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് മെഹ്റ. ആ നായകൻ വിനോദ് മെഹ്റ അവിടേക്ക് പഹൂഞ്ച് വന്നു. वह साल ही में अमेरिका में लोकेशन शूटिंग से लौटे थे. അപ്പോൾ ഈ വിനോദ് മെഹ്റ കുറേ നാളായി അമേരിക്കയിലായിരുന്നു. എന്തിനു വേണ്ടി? ഷൂട്ടിങ്ങിൻ്റെ ആവശ്യാർത്ഥം അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അദ്ദേഹം ലൗട്ടേത് തിരിച്ച് നാട്ടിലേക്ക് എത്തിയതായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഋഷികേശ് മുഖർജിയെ കാണാൻ വന്നിരിക്കുകയാണ്. അവർ ഋഷികേശ് കെ ലിയെ ബതൗർ ഉപഹാർ ഫൗണ്ടൻ പെൻ ലായേ थे. അപ്പോൾ ഋഷികേശ് മുഖർജിയെ കാണാൻ വരുന്ന സമയത്ത് വിനോദ് മെഹ്റ ഋഷികേശ് മുഖർജിക്കായി ബതൗർ ഉപഹാർ, ഒരു വിശിഷ്ട ഉപഹാരം, സമ്മാനം ആയിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഫൗണ്ടൻ പെൻ ലായേ थे. ഒരു പ്രത്യേകമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ഫൗണ്ടൻ പെൻ അദ്ദേഹം ഋഷികേശ് മുഖർജിക്ക് ഉപഹാരമായിട്ട്, സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. बहुत श्रद्धा से उन्होंने पेन बेंट किया और अपनी अमेरिकी यात्रा का संक्षिप्त विवरण देने के बाद उन्होंने यह जानना चाहा कि ऋषिता का स्वास्थ्य कैसा है. അപ്പോൾ ബഹുത്ത് ശ്രദ്ധാസെ, വളരെ ആദരവോടുകൂടി
വിനോദ് മെഹ്റ ആ ഫൗണ്ടൈൻ പെൻ ഋഷികേശ് മുഖർജിക്ക് നൽകുകയും പിന്നെ അപ്നി അമേരിക്കി യാത്ര, തൻ്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ച് സംക്ഷിപ്ത് വിവരണം, ലഘു വിവരണം ഋഷികേശ് മുഖർജിക്ക് ദേന നൽകുകയും ചെയ്തു. ഉസ്കെ ബാദ് അതിനുശേഷം ഉൻഹോനെ യഹ് ജാനന ചാഹ, അദ്ദേഹം ഋഷികേശ് മുഖർജിയിൽ നിന്ന് യഹ് ജാനന ചാഹ, ഇതറിയാനും കൂടി ആഗ്രഹിച്ചു. എന്ത്? ഋഷിതാക്ക സ്വാസ്ഥ്യ കൈസാഹ, ഋഷികേശ് മുഖർജിയുടെ സ്വാസ്ഥ്യ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കൈസ എങ്ങനെയിരിക്കുന്നു എന്ന കാര്യം കൂടി വിനോദ് മെഹ്റ ആരിൽ നിന്നറിഞ്ഞു? ഋഷികേശ് മുഖർജിയോട് ചോദിച്ച് മനസ്സിലാക്കി. बस ऋषिदा शुरू हो गए, रोग पड़ताल का उन्होंने विस्तार से विवरण दिया. വിനോദ് മെഹ്റ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഋഷികേശ് മുഖർജി വിസ്താർ സേ വിവരൺ ദിയ, തൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വിനോദ് മെഹ്റയോട് വിവരൺ ദിയ, ഒക്കെ വിവരണം, അതിനെക്കുറിച്ചൊക്കെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ നൽകാൻ തുടങ്ങി. ഔർ യഹ് ബതായാക്കി, എന്നിട്ട് കൂട്ടത്തിൽ ഇങ്ങനെയും പറഞ്ഞു, അബ് മേനെ സബ് അലോപ്പതിക് ദവായേം ചോട് ദീഹ. എന്താ പറഞ്ഞത്? വിനോദ് മെഹ്റയോട് പറയാണ്, മേനെ സബ് അലോപ്പതിക് ദവായേം ചോട് ദീഹ, ഞാനിപ്പോൾ എല്ലാ വിധത്തിലുള്ള അലോപ്പതിക് മരുന്നുകളും ചോട് ദീഹ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ എല്ലാ വിധത്തിലുള്ള അലോപ്പതിക് മരുന്നുകളും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഋഷികേശ് മുഖർജി വിനോദ് മെഹ്റയോട് പറഞ്ഞു. शायद इससे उन्हें याद आया कि जब दर्द को दबाने वाली दवाएं नहीं ली जा रही है तब दर्द अपनी जगह पर कायम होगा. മാത്രമല്ല, ഉനേം യഹ് യാദ് ആയ, ഋഷികേശ് മുഖർജിക്ക് ഇത് ഓർമ്മ വന്നു, പെട്ടെന്ന് ഒരു കാര്യം കൂടി ഓർമ്മ വന്നു. അതായത് ദർദ് കോ ദബാനെ വാലി ദവായി, ഈ ദർദ് കോ ദബാനെ വാല, വേദനയെ ശമിപ്പിക്കുന്ന, ദവ മരുന്നുകൾ, വേദനയെ ശമിപ്പിക്കുന്ന മരുന്നുകൾ, അതായത് പെയിൻ കില്ലറുകൾ. അപ്പോൾ പെയിൻ കില്ലറുകളൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദർദ് അപ്നി ജഗഹ് പർ കായം ഹോക, എൻ്റെ ശരീരത്തിലുള്ള വേദനകളെല്ലാം അപ്നി ജഗഹ് പർ, ആ സ്ഥലങ്ങളിൽ എവിടെയാണോ വേദനിക്കുന്നത് ആ സ്ഥലങ്ങളിൽ തന്നെ അത് കായം ഹോക, സ്ഥിരമായിട്ട് നിലനിൽക്കും എന്നുള്ള ഒരു ധാരണ ഋഷികേശ് മുഖർജിക്ക് ഉണ്ടായി തുടങ്ങിയിരുന്നു. സ്ഥിരമായിട്ട് ഈ വേദനാ സംഹാരികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശരീരത്തിലുള്ള വേദനകളൊക്കെ സ്ഥിരമായി അവിടെ തന്നെ നിൽക്കും എന്നുള്ള ഒരു തോന്നൽ ഋഷികേശ് മുഖർജിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ അലോപ്പതിക് മരുന്നുകളും ഉപേക്ഷിച്ചു എന്ന വിവരം വിനോദ് മെഹ്റയോട് പറയുകയാണ്. ഫിർ വഹ് കരാഹത്തെ ഹുവേ ലേട്ട് ഗയെ, അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരാഹത്തെ ഹുയെ, ഒരു ഞരക്കത്തോടുകൂടി, അപ്പോഴേക്കും തൻ്റെ രോഗവും അതുപോലെ തന്നെ അതിൻ്റെ വേദനകളുമൊക്കെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കരാഹത്തെ ഹുയെ, ഞരങ്ങിക്കൊണ്ട് ലേട്ട് ഗയെ, വീണ്ടും അവിടെ കിടന്നു. അവർ തക്കിയ വിശേഷജ്ഞ ബഹനെ ഉഠ്കർ സാരെ തക്കിയെ നയേ സിരേസെ ജമാ ദിയെ. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ തക്കിയ, തലയണകൾ, അതായത് കിടക്കുന്ന സ്ഥലത്ത് പല ഭാഗങ്ങളിലായിട്ട് തലയണകൾ വെച്ചിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റുകളിലെ വേദനകൾക്ക് കുറവ് വരാനായിട്ട്. അപ്പോൾ ആ തലയണകളൊക്കെ അവിടെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടല്ലോ, അവർ വന്നിട്ട് അത് എന്ത് ചെയ്തു? നയേ സിരേസെ ജമാദിയെ, നയേ സിരെ, അതായത് മാറ്റി, അതിൻ്റെ ദിശയൊക്കെ ഒന്ന് മാറ്റി നേരെ അദ്ദേഹത്തിന് കിടക്കാനായിട്ട് അനുയോജ്യമായ രൂപത്തിൽ ആ തലയണകളൊക്കെ നേരെ അവർ വെച്ചു കൊടുത്തു. വിനോദ് മെഹ്റയ്ക്ക് ബാദ് ജയാ ബാദുടി ആയി. അങ്ങനെ വിനോദ് മെഹ്റയുമായിട്ട് കുറേ സമയം അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ വിനോദ് മെഹ്റ പോയി. വിനോദ് മെഹ്റയ്ക്ക് ശേഷം ജയാ ബാദുടി ആയി, പ്രശസ്ത അന്നത്തെ സിനിമ നടിയായിട്ടുള്ള ജയാ ബാദുരി വന്നു. പിന്നെ രാഹി മാസൂം രജ ആയി, വേറൊരു സിനിമ പ്രവർത്തകനായിട്ടുള്ള രാഹി മാസൂം രജ, അദ്ദേഹം വന്നു. കുച്ച് നിർമ്മാത ആയി, അതിനുശേഷം കുറച്ച് നിർമ്മാതാക്കൾ, സിനിമ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. സബ്നെ ഋഷിതാക്കോ ഭയങ്കർ ദർദ് സെ ചട്പട്ടാത്തെ ഹുവേ ദേഖ. സബ്നെ എല്ലാവരും, അതായത് കാണാൻ വന്നവരെല്ലാം
ഋഷികേശ് മുഖർജി ഭയങ്കർ ദർദ് സെ, ഭയങ്കര അല്ലെങ്കിൽ വളരെ പ്രയാസത്തിൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ആ കാഴ്ചയായിരുന്നു ദേഖ, കണ്ടത്. അപ്പോൾ വളരെ ഇങ്ങനെ ഞെരങ്ങി വേദന കൊണ്ട് ഞെരങ്ങി ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വന്നവരൊക്കെ കണ്ടത്. ऋषिदा ने ऐलान किया कि अब मैं मोहन स्टूडियो नहीं जाऊंगा. उन्होंने यूनिट वालों को बुलाकर काम समझाना शुरू किया. इस क्रम में वह अपना दर्द फिर भूलने लगे. അങ്ങനെ ഋഷികേശ് മുഖർജി ഐലാൻ കിയാക്കി അബ് മേ മോഹൻ സ്റ്റുഡിയോ നഹീം ജാവുങ്ക. അപ്പോൾ തൻ്റെ സിനിമ ഫീൽഡിലുള്ള ആളുകളെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നിപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിലേക്ക് വരാൻ സാധിക്കില്ല. യൂണിറ്റ് വാലോം കോ ബുലാക്കർ കാം സംഛാന ശുരു കിയ. അപ്പോൾ തൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ, ആ സിനിമകളിലേക്ക് സിനിമാ യൂണിറ്റിലെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കാം സംഛാന, അവരോട് അന്നന്ന് ചെയ്യേണ്ട, ആ ദിവസം ചെയ്യേണ്ട കാം ജോലി എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇസ് ക്രമമേ വഹ അപ്പന ദർദ് ഫിർ ഭൂൽനെ ലഗി. അപ്പോൾ തൻ്റെ യൂണിറ്റിലുള്ളവരോട് ഇങ്ങനെ അന്ന് ചെയ്യേണ്ട ജോലിയെക്കുറിച്ചും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷികേശ് മുഖർജി അപ്ന ദർദ് ഫിർ ഭൂൽനെ ലഗി, തൻ്റെ വേദനകളെ വീണ്ടും മറന്ന് തുടങ്ങി. അപ്പോൾ അതായിരുന്നു ഋഷികേശ് മുഖർജിയുടെ ഒരു പ്രത്യേകത. തൻ്റെ രോഗവും ആ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേദനകളും പല സന്ദർഭങ്ങളിലും അദ്ദേഹം മറക്കാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളോട്, സിനിമാ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉള്ള അവസരങ്ങളിൽ, അപ്പം ഈ ഒരു അവസരത്തിൽ അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ആ വേദനകളും കുറച്ച് സമയത്തേക്ക് വീണ്ടും മറന്നു. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും വരെ എടുത്തു നിർത്താം. ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറയാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ധന്യവാദം.